നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയുള്ള പാട്ട് PJക്ക് പിടിച്ചില്ല. പിണറായി സ്തുതി അവതരിപ്പിക്കുന്ന സമയത്ത് ചങ്കിലെ ചെങ്കടി എന്ന വിപ്ലവ ഗാനം ഫേസ്ബുക്കിൽ പങ്കുവച്ച P. ജയരാജൻ പ്രകടിപ്പിച്ചത് അമർഷമോ? പാട്ട് ഷെയർ ചെയ്തു എന്നത് യാഥാർത്ഥ്യമാണെന്നും വിശകലനങ്ങളിൽ കാര്യമില്ലെന്നും P. ജയരാജൻ ചോദ്യത്തിന് മറുപടിയായി പറയുമ്പോഴും സോഷ്യൽ മീഡിയയിൽ PJയുടെ നടപടിയിൽ ചർച്ച സജീവമാണ്. മുഖ്യമന്ത്രിക്ക് വ്യക്തമായ സന്ദേശമാണ് PJ നൽകിയതെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ പാർട്ടി സമ്മേളനത്തിൽ വ്യക്തിപൂജയ്ക്ക് പുതിയ വ്യാഖ്യാനം നൽകുമെന്നും സൂചനയുണ്ട്. മാറുന്ന രാഷ്ട്രീയ കാലത്ത് നേതാക്കളെ ഉയർത്തിക്കാട്ടേണ്ടത് അനിവാര്യതയാണ്. അതിനുവേണ്ടി ചെറിയ പുകഴ്ത്തലുകളാകാമെന്ന നിലപാടിലേക്ക് CPM എത്തിയേക്കും. ജില്ലാ സമ്മേളനം നടക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പാട്ട് ഷെയർ ചെയ്തു എന്നതും യാഥാർത്ഥ്യമാണ്. ഇത്തരം വിശകലനങ്ങളിൽ എന്ത് കാര്യം? പിണറായിയെക്കുറിച്ചുള്ള സ്തുതിഗീതത്തെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്നും ജയരാജൻ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പാട്ടിനെ P. ജയരാജൻ ട്രോളിയെന്നും പാട്ട് ഇഷ്ടമായില്ലെന്നും എല്ലാം പ്രതികരണങ്ങൾ വരുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തോട് ചെന്താരകൻ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയുള്ള പാട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് ചങ്കിലെ ചെങ്കൊടി എന്ന വിപ്ലവ ഗാനം ഫേസ്ബുക്കിൽ P. ജയരാജൻ പങ്കുവച്ചിരുന്നു. 2 ദിവസം മുൻപ് M. സ്വരാജ് പ്രകാശനം ചെയ്ത ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ച ഗാനമാണ് ജയരാജൻ തന്റെ പേജിൽ പങ്കുവച്ചത്. പാർട്ടി സമരവീര്യത്തിന്റെ ചരിത്രവും വർത്തമാനവും പങ്കുവെക്കുന്നതാണ് ചങ്കിലെ ചെങ്കൊടിയിലെ വരികൾ. കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഗാനം തയ്യാറാക്കിയത്. അണികൾ വ്യാപകമായി ഇത് പ്രചരിപ്പിച്ചപ്പോഴും P. ജയരാജൻ പങ്കുവച്ചിരുന്നില്ല. മുഖ്യമന്ത്രിയെ വാഴ്ത്തിയുള്ള ചെമ്പടക്കി കാവലാൾ ചെങ്കനൽ കണക്കൊരാൾ എന്ന ഗാനം സെക്രട്ടേറിയറ്റ് പരിസരത്ത് എംപ്ലോയീസ് അസോസിയേഷൻ കെട്ടിട ഉദ്ഘാടന ചടങ്ങിലാണ് ആലപിച്ചത്. ഇത് സ്തുതിഗാനം എന്ന വാദമെത്തി. എന്നാൽ സ്വാഗതഗാനം എന്നായിരുന്നു സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ സംഘടനാ നിലപാട്. 2017 ജയരാജനെ പുകഴ്ത്തി പുറച്ചേരി ഗ്രാമീണ കലാസമിതി പുറത്തിറക്കിയ കണ്ണൂരിന്റെ ഉദയസൂര്യൻ എന്ന സംഗീത ആൽബത്തിനെതിരെ പാർട്ടി കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നു. കണ്ണൂരിൻ താരകമല്ലോ, ചെഞ്ചോരപ്പൊൻ കതിരല്ലോ, നാടിൻ നെടുനായകനല്ലോ P. ജയരാജൻ ധീരസഖാവ് എന്ന് തുടങ്ങുന്നതായിരുന്നു ഈ ഗാനം. ഇതേ തുടർന്ന് CPM ജയരാജനെ ശാസിച്ചു. വ്യക്തിപൂജയ്ക്കെതിരെ നിലപാടും അറിയിച്ചു. എന്നാൽ ഇത് തള്ളുന്ന തരത്തിൽ പിണറായിക്ക് വേണ്ടി നിരവധി ഇടപെടൽ നടന്നു. സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചകളുണ്ടായി. പക്ഷേ പിണറായി ആരെങ്കിലും ഉയർത്തിക്കാട്ടിയാൽ അത് ചർച്ചയായതുമില്ല. സെക്രട്ടേറിയറ്റിലെ ഇടതാഭിമുഖ്യമുള്ളവരുടെ സംഘടനയും പിണറായിയെ പുകഴ്ത്തി. ചെറിയ പുകഴ്ത്തൽ കുഴപ്പമില്ലെന്നായിരുന്നു പിണറായിയുടെ പരസ്യ പ്രതികരണം. CPM അനുകൂല സംഘടനയായ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ ജൂബിലി മന്ദിര ഉദ്ഘാടന ചടങ്ങിൽ പാടിയ സ്തുതിഗീതം എഴുതിയ പൂവത്തൂർ ചിത്രസേനൻ പൊതുഭരണ വകുപ്പിൽ ക്ലറിക്കൽ അസിസ്റ്റന്റായി 2023 ഏപ്രിൽ 31 വിരമിച്ചയാളാണ്. വിരമിച്ച ശേഷം ഇദ്ദേഹം നൽകിയ അപേക്ഷയിൽ 2024 ഏപ്രിൽ 24 ധനകാര്യ വകുപ്പിൽ സ്പെഷ്യൽ മെസ്സഞ്ചറായി ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ ജോലി സമയത്ത് ജീവനക്കാർ കൂട്ടത്തോടെ എത്തി. സെക്രട്ടേറിയറ്റിലെ മിക്ക സെക്ഷനുകളിലെയും നല്ലൊരു ശതമാനം കസേരകളും ഇന്നലെ ഉച്ചയ്ക്ക് 12 മുതൽ 2 വരെ ഒഴിഞ്ഞുകിടന്നു. ഊറ്റുകുഴിക്ക് സമീപം നിർമ്മിച്ച മന്ദിരം നാടുമുറിച്ച് ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് 12:30 മുഖ്യമന്ത്രി സെൻട്രൽ സ്റ്റേഡിയത്തിലെ സമ്മേളന വേദിയിലെത്തിയത്. അതിനു മുമ്പേ ജീവനക്കാർ വേദിക്ക് മുൻപിൽ ഇരിപ്പുറപ്പിച്ചിരുന്നു. വേദിക്ക് സമീപത്തായി 100 ജീവനക്കാർ നിരന്നു നിന്നാണ് സ്തുതിഗാനം ആലപിച്ചത്.